ചെയ്ത് നിങ്ങളുടെ ടീമിനകത്ത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് ഏറ്റവും സ്പീഡിൽ ആ ബിസിനസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിനകത്തൊക്കെ നമ്മൾ കടക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ വേഗതയിൽ ബിസിനസ് ചെയ്യണം, ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം, ഏറ്റവും കൂടുതൽ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻ പാർട്ടിനകത്തേക്ക് കടന്നിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാതെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കും. കാരണം അതിനെ പറ്റി ഏറ്റവും ബെസ്റ്റ് സമയമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിനും നല്ലൊരു സമയം ഇനി വരാനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കരുതാൻ നിൽക്കണ്ട. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഡയറക്ട് സെല്ലിങ്ങിനകത്ത് എല്ലാവരും ആലോചിക്കുന്നുണ്ട് ഇനിയും നല്ലൊരു ഇതിലും ബെസ്റ്റ് ഒരു സമയം മീഡിയ ഫ്രണ്ട്സ് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഇനി വരാനില്ല എന്ന് ഞാൻ 100% ഗ്യാരണ്ടി ചെയ്ത് പറയും. 100% ഞാൻ പറയും ഇതിലും ബെസ്റ്റ് സമയം ഇല്ല. ഈ സമയങ്ങൾ എങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണേ, എങ്ങനെ നിങ്ങൾ ഇതിനങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണേ, ഇവിടെയാണ് നിങ്ങൾക്ക് ഗ്രോത്ത്. അതങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതൊരു കൺസെപ്റ്റ് ലോകത്തിൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ ലെവലിനകത്ത് ഭയങ്കര എഫേർട്ട് ഉണ്ടാവും. നമുക്ക് കമ്പ്യൂട്ടർ റവല്യൂഷൻ ഇന്ത്യയിൽ വന്നു, മൊബൈൽ റവല്യൂഷൻ ഇന്ത്യയിൽ വന്നു, ഒരുപാട് റവല്യൂഷനുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കണ്ട എല്ലാ ഫീൽഡിനകത്തും ശരിക്കും വലിയൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റമൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയും? മാറ്റങ്ങൾ ശരിക്ക് എല്ലാവരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സമയത്ത് ഇതിനകത്ത് ഓൾറെഡി ഇനീഷ്യൽ ലെവലിൽ ഈ ബിസിനസിന് എഫേർട്ട് ഇട്ടുള്ള ആളുകളാണ് അതിനകത്ത് സക്സസ്ഫുൾ ആകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏക കാര്യം എന്താണ്? ഈ ഇനീഷ്യൽ ലെവലിനകത്ത് നിങ്ങൾ ഇപ്പൊ ഈ ഫീൽഡിനകത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റും കൺസിസ്റ്റൻസി ഹാർഡ് വർക്കും ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു ഹ്യൂജ് ഓർഗനൈസേഷൻ ഇപ്പൊ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, സോ മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഈ ബിസിനസിന് വേറൊരു ഗ്രോത്ത് വരാൻ പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സക്സസ് ഗ്രോത്ത്. ആ സക്സസ് ഗ്രോത്തിനകത്ത് നിങ്ങൾ വീട്ടിലിരുന്നാൽ പോലും നിങ്ങൾ ഡെയിലി സീലിംഗ് അടിക്കുന്ന സിറ്റുവേഷനിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഇന്ന് എഫേർട്ട് ഇട്ടിട്ടുള്ള വ്യക്തിക്ക് അത് അന്ന് കഴിയുള്ളൂ. അതല്ലാതെ നിങ്ങൾ പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കുന്ന ഒരു ചിന്ത വരുന്നത് ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് വരുന്ന സമയത്ത് അപ്പം നമുക്ക് ഇറങ്ങിയിട്ട് പണിയെടുത്താൽ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിലാക്കാം, അവിടെ നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയൂല, ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സ്റ്റിൽ നിങ്ങൾ ഒരു 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ലക്ഷപ്രഭു കോടീശ്വരനാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പണിയെടുക്കണം. ഒരു 10 years ബാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഈ 10 years കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു ഗ്രോത്തിനകത്തേക്കും ഒരു ബൂമിങ്ങിനകത്തേക്കും നിങ്ങൾ ഗ്രോ ചെയ്തു പോകുന്ന ഒരു കമ്പനിനകത്താണ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു 10 വർഷം ബാക്കിൽ അതിന് എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഗ്രോത്തിനകത്ത് ഏറ്റവും വലിയ എന്റർപ്രണർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. സോ ഞാൻ നിങ്ങളോട് പറയുന്ന ഏക കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. 2030 എന്ന് പറഞ്ഞ വർഷത്തില് നിങ്ങളെ നാട്ടിനകത്ത് ഏറ്റവും വലിയ, നിങ്ങളെ ടൗണിനകത്തും നിങ്ങളെ സിറ്റിനകത്തും നിങ്ങളെ കുടുംബത്തിനകത്തും നിങ്ങളെ ഫാമിലിനകത്തും ഏറ്റവും വലിയ ഒരു റിച്ചസ്റ്റ് പേഴ്സൺ ആകണം, ഒരു ലക്ഷപ്രഭു ആകണം, ഒരു എന്റർപ്രണർ ആകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടുഡേ ഇന്ന് നിങ്ങൾ തീരുമാനം എടുത്ത് നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കും. അപ്പോഴാണ് 2030 നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും നല്ല ബിസിനസ്മാനും ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ട് ആളുകളും മാറും. സോ ഈ ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനകത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനകത്ത് ഒരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല എന്നുള്ളതിനെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ ധരിക്കരുത് മീഡിയ ഫ്രണ്ട്സ്. എത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ മീഡിയ ഫ്രണ്ട്സ് അത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. അങ്ങനെ ഒരു ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ചിന്ത മാറ്റിക്കൊള്ളണം. നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല അല്ല ഡയറക്ട് സെല്ലിംഗ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കാം. ഏതൊരു കൺസെപ്റ്റും ഏതൊരു ബിസിനസ്സും ബിൽഡ് ചെയ്തെടുക്കാൻ ഇനീഷ്യൽ ലെവലില് നമുക്ക് വലിയൊരു കെട്ടിപ്പടുക്കണം. നമുക്ക് വലിയൊരു ബിൽഡിംഗ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ആണ് അതിന്റെ ഏറ്റവും വലിയ ഉറപ്പ് വേണ്ടത്. സോ ആ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 വർഷം 3 വർഷം പിടിക്കും. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനകത്ത് ഒരു വ്യക്തിക്ക് ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു 2 മുതൽ 5 വർഷം കൊണ്ട് വലിയൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. സോ അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞത് 2 to 5 years ഈ ബിസിനസിനകത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു NTCയോ
ഒരു CTC ഒക്കെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫൗണ്ടേഷൻ കറക്റ്റ് ആയി. പിന്നെ ആ ഫൗണ്ടേഷന്റെ മുകളിൽ എത്ര ബിൽഡിംഗ് നമുക്ക് കെട്ടിപ്പടുക്കാം. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ബിസിനസ്സിനകത്ത് വന്നിട്ട് ഞാൻ ദുബായി പോയ സമയത്ത് അവിടെ കമ്പനി നമ്മളെ ബുർജ് ഖലീഫന്റെ മുകളിൽ കയറ്റാൻ വേണ്ടി കയറ്റിയിരുന്നു നമ്മൾ. ബുർജ് ഖലീഫന്റെ 140 നിലന്റെ മുകളിൽ ഞാൻ കയറി നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മള് ഗ്രൂപ്പിനകത്ത് വിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് താഴത്തിറങ്ങിയ സമയത്ത് ഏകദേശം ഈ 140 നിലന്റെ മുകളിൽ വീണ്ടും ഫ്ലോറുകൾ ഉണ്ട്. പക്ഷെ അതിന്റെ മുകളിലേക്ക് പിന്നെ ലിഫ്റ്റ് ഒന്നുമില്ല, കയറാനൊന്നും പറ്റൂല. അപ്പൊ ആ രീതിനകത്താണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും നിലയിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ താഴത്ത് വന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തെന്നറിയോ? അപ്പൊ എനിക്കത് എഴുതിയത് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. സോ എന്റെ കൂടെയുള്ള ആളുകൾ അത് എന്ത് ചെയ്തു, വായിച്ചു. ഞാൻ പറഞ്ഞ ഉറക്കനെ വായിക്കും, കേൾക്കാലോ എന്ന്. ആ സമയത്ത് അത് പറഞ്ഞത് എന്താ വെച്ചാൽ, അതിന്റെ ഫൗണ്ടേഷൻ, കാരണം അതിന്റെ ഏറ്റവും കൂടുതൽ അവർ ടൈം സ്പെൻഡ് ചെയ്തതും ഏറ്റവും കൂടുതൽ അവർ എഫേർട്ട് ഇട്ടതും ഇതിന്റെ ഫൗണ്ടേഷൻ ഏകദേശം എത്ര ഒരു കിലോമീറ്ററിന്റെ കണക്ക് പറഞ്ഞു, ചുറ്റളവ് പറഞ്ഞു. 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ അങ്ങനത്തെ ഒരു ചുറ്റളവ് പറഞ്ഞു. ഇത്രയും ചുറ്റളവിലാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫൗണ്ടേഷൻ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത്രയും ലോങ്കസ്റ്റ് ലെവലിലാണ് അവരെന്ത് ചെയ്ത് ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തത്. കാരണം 140 200 എത്രയോ നില ഉണ്ട് അതിനകത്ത്. ആ നില ഉള്ള ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാനാണ്. സോ നമ്മൾ ആലോചിച്ചപ്പോൾ ഒരു നെറ്റ്വർക്ക് ബിസിനസ്സും ഏതൊരു കൺസെപ്റ്റും നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ ഫസ്റ്റ് എടുക്കേണ്ട എഫേർട്ടാണ് മീഡിയ ഫ്രണ്ട്സ്. ഇനീഷ്യൽ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഈ ബിസിനസ്സിനകത്ത് ഒരു 5 വർഷം നമുക്ക് അത്യാവശ്യമാണ്. 5 വർഷം കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു 5 വർഷം ഉണ്ടല്ലോ, അത് നിങ്ങളെ എന്താ പറയുക, ഗോൾഡൻ ഇയർ ആണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു 5 വർഷം ബാക്കിൽ ഈ ബിസിനസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ആളുകളെ ഹിസ്റ്ററി ഒന്ന് നിങ്ങൾ എടുത്തു നോക്കാം. ഏതൊരു ഡയറക്ട് സെല്ലിങ്ങിനകത്തും ഒരു 5 വർഷം ബാക്കിലേക്ക് എടുത്തു നോക്കാം. ഇപ്പൊ നിങ്ങളെ ഈ ഗ്രൂപ്പിനകത്ത് നിങ്ങളെ ലീഡേഴ്സിനൊക്കെ നിങ്ങൾ എടുത്തു നോക്കാം. ഒരു 5 വർഷം കഴിഞ്ഞ് ഒരു 5 വർഷം കൊണ്ട് ഈ ബിസിനസ്സിനകത്ത് കൂടെ RTCയും NTCയും ITCയും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവർ അന്നെടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് ആണ് അവർ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഇന്ന് അവർ എൻജോയ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അയ്യോ നമ്മളൊക്കെ ആയി കഴിഞ്ഞാലും ഇന്ന് ലൈഫിനകത്ത് ഈ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ചെറിയ രീതിയിനകത്ത് എവിടെയെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏക എഫേർട്ട് മീഡിയ ഫ്രണ്ട്സ് 2018 ഈ ബിസിനസ്സിനകത്ത് വന്ന സമയത്ത് 18, 19, 20, 21 ഒക്കെ നമ്മൾ എടുത്ത ഒരു എഫേർട്ട് ഉണ്ട്, നമ്മൾ എടുത്ത ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. കൊറോണ പീരീഡിനകത്തും കൊറോണന്റെ മുന്നൊക്കെ നമ്മൾ എടുത്തൊരു എന്താ പറയുക, ഒരു പെയിൻ, ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അതിന്റെ ഫ്രൂട്ട്സ് ആണ് മീഡിയ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 2030 നിങ്ങളൊക്കെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത രീതിയിനകത്തേക്കുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളാം, ഇന്ന് നിങ്ങൾ അതിനുള്ള ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യും. ആ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനം എന്താണ്? സോ ഞാൻ ഓപ്പൺലി ഞാൻ പറയും, ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ലൊരു ഹ്യൂജ് ഓർഗനൈസേഷൻ കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് ബിലീഫാണ്, വിശ്വാസമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശ്വാസം വേണം. എനിക്ക് എന്റെ ജീവിതത്തിനകത്ത് 2030 എന്ന് പറഞ്ഞ വർഷം ഉണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിനകത്ത് കുറെ എന്റർപ്രണർ ആകും എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ എങ്ങനെ സക്സസ്ഫുൾ ആവും? പലപ്പോഴും പല ആളുകൾക്കുള്ള ബിലീഫ് എന്താണ്, എന്റെ താഴത്തുള്ള 2 പേർക്ക് വിശ്വാസം ഉണ്ടായാൽ മതി, ഞാൻ രക്ഷപ്പെടുന്നു. അങ്ങനെ ഇന്ന് വരെ ഭൂമിയിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു രക്ഷപ്പെടുന്ന എഴുതിയിട്ട് നിങ്ങൾ എല്ലാം കാത്തുനിന്ന് വെറുതെ സമയം കളയും വേണ്ട. സോ അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്, നിങ്ങളെ ജീവിതത്തിനകത്ത് വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശ്വാസമാണ്, നിങ്ങൾക്ക് ബിസിനസിനോടുള്ള വിശ്വാസം വേണം, നിങ്ങൾക്ക് നിങ്ങളെ ടീമിനോടുള്ള വിശ്വാസം വേണം, നിങ്ങളെ ഓർഗനൈസേഷനോടുള്ള വിശ്വാസം വേണം, കമ്പനിയോടുള്ള വിശ്വാസം വേണം, അപ്ലൈൻ ലീഡേഴ്സിനോടുള്ള വിശ്വാസം വേണം. ഇതൊക്കെയാണ് ഈ ബിസിനസ്സിനകത്ത് വേണ്ട വിശ്വാസങ്ങൾ. എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് ഈ ബിസിനസ്സിനകത്ത് കൂടെ വിജയിക്കാൻ പറ്റുന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാണ്. ആ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് വലിയൊരു ഓർഗനൈസേഷൻ കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനം എന്താ?
നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിനകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് സക്സസ്, എന്താണ് അൾട്ടിമേറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് എന്താണ്? നിങ്ങളെ ജീവിതത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം, ഒരു പേപ്പറിനകത്തേക്ക് മാറ്റാൻ പറ്റണം. സോ നിങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളെ ലൈഫിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നതിന്, ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നതിന്, ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളെ ഇറങ്ങി ഓടിക്കുന്ന രീതിയിനകത്തേക്കുള്ള എന്ത് സ്വപ്നങ്ങളാണ് മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എഴുതി വെക്കാനുള്ളത്, ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കണം. ആ എഴുതി വെച്ച സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളെ ഡ്രൈവ് ചെയ്യേണ്ടത്. ആ രീതിയിനകത്തേക്കുള്ള സ്വപ്നങ്ങൾ എഴുതി വെച്ച വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ വലിയ രീതിയിനകത്തേക്കുള്ള അച്ചീവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മീഡിയ ഫ്രണ്ട്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഞാനിപ്പോ ഇതിനിടയ്ക്ക് ഒരു സ്റ്റോറി കേട്ടു. ഞാൻ സ്റ്റോറി മീൻസ് ആ വ്യക്തി ആരായിരുന്നു, നമ്മളെ മൈജി സാജി എന്ന് പറഞ്ഞുള്ള വ്യക്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കേട്ടു. മൈജി സാജി എന്ന് പറഞ്ഞ വ്യക്തി ഒരു എത്ര വർഷം ബാക്കാന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, കാലിക്കറ്റിൽ ഒരു മൊബൈൽ ഷോപ്പും ഉജാല എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ഡൂബിളി ഇറക്കിയിട്ട് ആ ഉജാല പോലത്തെ ഒരു പ്രൊഡക്റ്റ് പുള്ളി മാർക്കറ്റ് ചെയ്തുകൊണ്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഉജാല എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ അതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് പുള്ളി വേറെ ഉണ്ടാക്കിയിട്ട് ഡൂബിളി ഉണ്ടാക്കിയിട്ട് ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മൈജി സാജി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അയാൾ കാലിക്കറ്റിൽ മറ്റേ എനിക്ക് തോന്നുന്നു നമ്മളെ മാവൂർ റോട്ടിൽ ഒരു മൊബൈൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ മൊബൈൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ വ്യക്തിയുടെ ഇന്റർവ്യൂവിനകത്ത് ആ വ്യക്തി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സാർ എനിക്ക് ഈ ഒരു കാലിക്കറ്റ് മാവൂർ റോട്ടിന്റെ അകത്ത് ഞാനൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ആ മൊബൈൽ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് എന്റെ മെയിന്റിനകത്തുള്ള ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും ഏറ്റവും ടെക്നോളജി യൂസ് ചെയ്തിട്ടും ഏറ്റവും നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഷോപ്പ് ആയിട്ട് എന്റെ ഈ ഷോപ്പ് മാറണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു സാറേ എന്നാണ്. ആ ഒരു പർപ്പസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്, എന്തുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൂടാ എന്നുള്ളതിനെ കുറിച്ച് എന്റെ ബ്രെയിനകത്ത് ഒരു തിങ്കിങ് വന്നത്. അന്നു മുതൽ ഞാൻ ചിന്തിക്കൽ തുടങ്ങി, എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു 10 ഷോപ്പ് കൂടാന്നുള്ളത്. അന്ന് എന്റെ ബ്രെയിനകത്ത് തോന്നിയ ഒരു തോന്നലിന്റെ പിന്നാലെ ഞാൻ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്തു. അതിനുവേണ്ടി ഞാൻ ഡെഡിക്കേറ്റഡ് ആയി, അതിന്റെ മുകളിൽ ഞാൻ പാഷനേറ്റഡ് ആയി. എന്റെ ജീവിതത്തിനകത്ത് അത് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പർപ്പസ്. അതിന്റെ പിന്നാലെ കൂടിയതാണ് ഇന്ന് കാണുന്ന മൈജി. നിങ്ങൾ ആലോചിച്ച് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം പുള്ളിനോട് ചോദിച്ച രണ്ടാമതൊരു ചോദ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ക്രിയേറ്റിവിറ്റി? ഞാൻ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് സംസാരിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്റെ നല്ല പറഞ്ഞത് ഒരു ഉപദേശകൻ എന്നോ അങ്ങനത്തെ ഒരു വാക്കാണ് പുള്ളി അതിനകത്ത് പറഞ്ഞത്. അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ ഞാൻ കണ്ടെത്തിയിരുന്നു. അതാണ് എന്റെ ജീവിതത്തിനകത്തുണ്ടായ ഏറ്റവും വലിയ സക്സസ് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ഓരോ വ്യക്തികളും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ജീവിതത്തിനകത്ത് സക്സസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ടുള്ള എന്തുണ്ടാണ് പ്ലാൻ ഉണ്ടാവണം. അത് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു പ്ലാനും, അതാണ് ഞാൻ നേരത്തെ നിങ്ങളെ പറഞ്ഞത്, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഡ്രീം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണം. അങ്ങനെ ഒരു 3 ഡ്രീംസ്, 3 സ്വപ്നങ്ങൾ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന സാധനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. എഴുതി വെക്കാൻ പറ്റാത്ത, നിങ്ങളെ ഹൃദയത്തിൽ കയറാത്ത ഒരു സാധനം ഇവിടെ ഫ്രണ്ട്സ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കരുതണ്ട. അത് നിങ്ങൾക്കായാലും എനിക്കായാലും ആർക്കായിക്കാൻ ഞാൻ ജീവിതത്തിനകത്ത് വലിയ രീതിയിൽ നേരത്തെ ജീവിക്കാൻ വേണ്ടി ഫ്രണ്ട്സ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഓപ്പൺലി പറയും, ജീവിക്കാൻ നിങ്ങൾ സ്വപ്നം കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു വീട്ടിനകത്തോ ഏതെങ്കിലും ഒരു കൂലിപ്പണിക്കോ എന്തെങ്കിലും ഒരു പരിപാടി നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന പരിപാടി ചെയ്താൽ മതി, സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജീവിച്ചു പോവാം. പക്ഷെ അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വപ്നം എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആഗ്രഹിക്കരുത്. സ്വപ്നത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകാൻ പറ്റും. അവർ അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. ഇതിനാണ് വേണ്ടത് ധൈര്യം. മനസ്സിലായോ? അവിടെ വേണ്ട ഒരു സാധനമാണ് ധൈര്യം തന്നെ സാധനം. ഇന്ന് പല ആളുകളെ ലൈഫിനകത്തും സക്സസ്ഫുൾ ആകാതെ പോകുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ? എന്താണ്?
ധൈര്യം എന്ന് പറഞ്ഞ സാധനം അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാവില്ല. സോ എന്ത് കാര്യത്തിനാണ് ധൈര്യം? ധൈര്യം വേണ്ടത് ഒരു ബിസിനസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമാണ്, ചങ്കൂറ്റമാണെന്ന് പറയും. അതാണ് വേണ്ടത്, ചങ്കൂറ്റ, ഗട്സ്. ആ ഗട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതെങ്ങനെയാണ് ഗട്സ് ഉണ്ടാക്കുക? ഗട്സ് ഉണ്ടാക്കൽ ഇത്ര മാത്രമേ ഉള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ ഒരു ബിസിനസ് ആണ് ചെയ്യുന്നെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി പ്രത്യേകം മനസ്സിലാക്കാൻ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ബിസിനസ് ആണ് എന്നുള്ളത് കറക്റ്റ് ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആ ബിസിനസിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? നിങ്ങൾ എന്നുള്ള വ്യക്തിക്കുള്ളതാണ്. ഞാൻ അടങ്ങുന്ന ഒരു ഓർഗനൈസേഷനും ഞാൻ അടങ്ങുന്ന ഒരു ബിസിനസ്സും ക്രിയേറ്റ് ചെയ്യണം തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാനാണ്. ആ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് ധൈര്യം. മനസ്സിലായില്ലേ? അതിനാണ് ധൈര്യം എന്ന് പറഞ്ഞ സാധനം. അവിടെ ഞാൻ അടങ്ങുന്ന ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും അവിടേക്ക് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് വേണ്ടിയിട്ടുള്ള എന്ത് വേണം, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം ബിസിനസ്സിനകത്ത്, നോളജ് ക്രിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, അവർക്ക് വേണ്ട പ്രോഗ്രാം ചെയ്യാനായിക്കോട്ടെ, അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള എന്ത് ആക്ടിവിറ്റീസുകളായിക്കോട്ടെ, നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷനകത്ത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ധൈര്യമാണ് നിങ്ങളെ സക്സസിലേക്ക് നയിക്കുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരു 90% ആളുകൾക്കും ആ ഒരു ധൈര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ആ ധൈര്യം നിങ്ങൾ അപ്ലൈനാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അപ്ലൈൻ ഗ്രോ ചെയ്യും. കാരണം എന്തുകൊണ്ട് ധൈര്യം, എന്തുകൊണ്ടാണ് അത് എടുക്കാത്തതിന്റെ കാരണം ആ ഒരു ധൈര്യത്തോട് കൂടിയിട്ട് അതിനെ ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ജീവിതത്തിനകത്ത് ആളുകൾ ഫെയിലിയർ ആകുന്നത് എന്തുകൊണ്ടാണ്? റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൂല. ഉത്തരവാദിത്വ ബോധം വേണം. ഉത്തരവാദിത്വ ബോധം ഏറ്റെടുക്കാത്ത ഒരു വ്യക്തി ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആവില്ല, അയാൾ ഫെയിലിയർ ആവുള്ളൂ. നിങ്ങൾ ഏതൊരു മേഖലയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എനി മേഖല, ഈ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതൊന്നും കരുതണ്ട, ഏത് മേഖലയിലായിക്കോട്ടെ, ഒരു വ്യക്തി സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഫെയിലിയർ ആകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം എന്താന്ന് ചോദിച്ചാൽ അയാൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. നിങ്ങൾ എന്നുള്ള വ്യക്തി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്ന് തയ്യാറാകുന്നോ അന്ന് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ ബിസിനസ് നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ലെവലിലുള്ള ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും മൈ ഡിയർ ഫ്രണ്ട്സ്. 100% ഞാൻ ഗ്യാരണ്ടി. സോ ഞാൻ ഈ ബിസിനസ്സിനകത്ത് ഓപ്പർച്യൂണിറ്റിനകത്ത് വരുന്ന സമയത്ത് ഇന്നലെ നിശാന്ത് സാറ് സംസാരിച്ച മതി, എനിക്ക് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ പറ്റാത്ത ആയിരക്കണക്കിന് റീസൺസുകൾ ഉണ്ടായിരുന്നു, 100 കണക്കിന് റീസൺസുകൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ബിസിനസ് ചെയ്യാതെക്കാനാണെങ്കിൽ, കാരണം എനിക്ക് വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഫോം ഫില്ലപ്പ് ചെയ്യാൻ അറിയില്ല, എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, KYC ചെയ്യണമെന്നോ മറ്റുള്ള ഐഡിയ അടിക്കണോ, ഈ ഇത്രയും ഒരു കാര്യങ്ങൾക്കും എനിക്ക് അറിയില്ല. അതെനിക്കൊരു റീസൺ ആയിട്ട് എടുക്കാം, കാരണം ഇതൊന്നും കഴിയാതെ എങ്ങനെ ഞാൻ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. പക്ഷെ ഇതൊന്നും അൾട്ടിമേറ്റ്ലി ഇതൊന്നും എന്റെ ബ്രെയിനകത്തേക്ക് കയറിയിട്ടില്ല. അങ്ങനെ ഒരു സാധനത്തിനകത്തുണ്ട്, അതൊക്കെ ചെയ്യണ്ടേ, അതൊന്നും ചെയ്യാൻ എനിക്ക് കഴിയാത്തോണ്ട്. എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു. ഈ ബിസിനസ് പ്ലാനിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ എഡ്യൂക്കേഷൻ, നോ ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷന്റെ ആവശ്യം ഈ ബിസിനസ്സിനകത്ത് വേണ്ട എന്നുള്ളത് പറഞ്ഞതാണ് എന്നെ ഹൈലൈറ്റ് ചെയ്തത്. അതാണ് ഞാൻ കണ്ടത്. എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ നോക്കിയത്. എനിക്ക് എന്തൊക്കെ ഇല്ല എന്നുള്ളതിനെ കുറിച്ചല്ല, ദൈവം എനിക്ക് എന്തൊക്കെ സാധനം തന്നിന്, അത് വെച്ചിട്ട് എങ്ങനെ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ എനിക്ക് തോന്നിയത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയും. ഇന്ന് സൂമിന്റെ ലിങ്കിനകത്ത് ഓൾമോസ്റ്റ് 360-370 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഈ സൂമിന്റെ ലിങ്കിനകത്ത് കയറിയിട്ടുണ്ട്. ഈ 363 പേരുണ്ട് ഇപ്പൊ ഇതിനകത്ത്. ഞാൻ ഈ 363 പേരോട് ഞാൻ പറയും, എന്നെക്കാളും 100 ഇരട്ടി വേഗതയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. സ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ഏക പണി എന്താണെന്നറിയോ? നിങ്ങൾ ധൈര്യം ഉണ്ടാകണം, അതിനുള്ള കോൺഫിഡന്റ് ഉണ്ടാവണം, അതിനുള്ള ബിലീഫ് ഉണ്ടാവണം. അതാണ് ഈ ബിസിനസ്സിനകത്ത് വേണ്ടത്. അല്ലാതെ ഈ ബിസിനസ്സിനകത്ത് വേണ്ട എഡ്യൂക്കേഷൻ അല്ല, ഈ ബിസിനസ്സിനകത്ത് വേണ്ടത് നിങ്ങൾക്ക് നോളജ് അല്ല, ഈ ബിസിനസ്സിനകത്ത് വേണ്ടത് നിങ്ങൾക്ക് എന്താ, ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നേടിയെടുക്കാനുള്ള ധൈര്യം വേണം. ധൈര്യത്തിലാണ് ഇവിടെ ജീവിതത്തിനകത്ത് ആളുകൾ വിജയിക്കുന്നത്. ധൈര്യം വേണം, ഗട്സ് വേണം.
അത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. കോൺഫിഡന്റോട് കൂടി, ബിലീഫോട് കൂടിയിട്ട് നിങ്ങൾ ഒരു പ്രോസ്പെക്റ്റിന്റെ മുന്നിൽ ഇരുന്നിട്ട് പറയാണ്, നിങ്ങളെ ജീവിതത്തിനകത്ത് വിജയിപ്പിക്കാൻ എനിക്ക് പറ്റും, ഞാൻ നിങ്ങളെ കൂടെ നിൽക്കും. സ്റ്റിൽ നിങ്ങൾ അതിന്റെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ? അതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന മാതിരി നിങ്ങൾ പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പണിയെടുക്കാം. എന്നിട്ട് ഒരു 5 വർഷം കൊണ്ട് നിങ്ങൾ ജീവിതത്തിനകത്ത് ആഗ്രഹിക്കുന്നതിന്റെ ഒരു 100 ഇരട്ടി വേഗതയിൽ നമുക്ക് ജീവിതത്തിനകത്ത് സക്സസ് നമുക്ക് എൻജോയ് കൂടെ വരാൻ തയ്യാറുണ്ടോ എന്ന് പറയാനുള്ള കോൺഫിഡൻസും ധൈര്യം വേണം. അതാണ് ധൈര്യം. നിങ്ങളെ കൂടെ ഇന്ന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ഓർക്ക് 1-ലും ഓർക്ക് 2-ലും അസോസിയേറ്റ് ചെയ്ത ആളിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റണം, 5 വർഷത്തിന് നമുക്ക് ഒരു പ്രൊജക്ട് എന്ത് ചെയ്യാ, സെറ്റ് ചെയ്യാം. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അടുത്ത 5 വർഷത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ ബിസിനസിനകത്ത് 100% കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങാൻ തയ്യാറായിട്ടുണ്ട്. എന്റെ കൂടെ ഒരു 5 വർഷത്തിന് നിങ്ങൾ കട്ടക്ക് നിൽക്കാൻ തയ്യാറുണ്ടോ? നമുക്ക് ഒരുമിച്ച് 5 വർഷം കൊണ്ട് എന്ത് ചെയ്യാം, ഈ ബിസിനസിനകത്ത് കൂടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള കോൺഫിഡൻസും ധൈര്യം ഉണ്ട്, എന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിയാണ് ഫ്രണ്ട്സ് വരൂല എന്ന് പറയാത്തത്? ഏത് വ്യക്തിയാ പറയാ ഞാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയാത്തത്? അങ്ങനെ പറയാനുള്ള ധൈര്യം ചങ്കൂറ്റുങ്ങൾക്ക് ഉണ്ടോ? നിങ്ങളെ കൂടെ 1000കണക്കിന് ആളുകൾ അണിനിരക്കും. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ നിന്നാൽ ഇന്റെ ടീമില്ല മറ്റേതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറയാനുള്ള ധൈര്യം തന്റെയോടും ഗഡ്സുള്ള ആളുകൾക്കാണ്. അതാ പറഞ്ഞത്, ബിസിനസ്സുകാരൻ തന്നെ ചങ്കൂറ്റുള്ളവനാ, ബിസിനസ്സുകാരൻ തന്നെ ഗഡ്സ് ഉള്ളവനാ. ബിസിനസ്സുകാരൻ പറഞ്ഞാൽ എന്താ അറിയോ, കോൺഫിഡൻസും ബിലീഫും ട്രാൻസ്ഫർ ചെയ്യുന്നവനാ, അല്ലാതെ മുണ്ടാതെക്കണവനല്ല. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങളെ ജീവിതം, നിങ്ങൾ ഒരു കച്ചവടക്കാരനാണ്. ഇതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് 1000കണക്കിന് ട്രെയിനിങ് ഓരോ ദിവസവും ആഴ്ചയിലും മാസത്തിലും വെച്ച് തരുന്നത്. ഓരോ ട്രെയിനിങ്ങും തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു സാധനം എന്ത് ചെയ്യാനാണ്? ഈ സാധനം നിങ്ങൾക്ക് കോൺഫിഡൻറ്റും ബിലീഫും എക്സൈറ്റ്മെന്റും കൂട്ടാനാണ്. ഈ മീറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ആദ്യം ചെറിയൊരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യും, അതിനകത്ത് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ ഇന്നലെ ഈ ബിസിനസ്സിനകത്ത് ഇന്നലെ എടുത്തൊരു ട്രെയിനിങ്ങിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സോ ബിസിനസ്സിനകത്ത് ഒരു വ്യക്തി വിജയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺഫിഡൻസും ബിലീഫും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. നിങ്ങളെ കോൺഫിഡൻസും ബിലീഫും ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഒരു വ്യക്തി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനകത്ത് ഒരു വ്യക്തി ഫെയിലിയർ ആകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? 2 കാര്യം ചെയ്യാത്തോണ്ടാണ്. 2 കാര്യം. ആ 2 കാര്യം ബിസിനസ്സിനകത്ത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് കൂടെ എന്റർപ്രണർ ആണ്. എന്താണ് 2 കാര്യം? ഒന്ന് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണ്. മനസ്സിലാകുന്നുണ്ടോ? ഏതൊരു പ്രോഗ്രാമും അപ്ലൈ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റണം. 2, നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ടീമിനകത്തുള്ള ആളുകളെ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്തിട്ട് പങ്കെടുപ്പിക്കാൻ പറ്റണം. മനസ്സിലാൻ പറ്റോ? പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം. പല വ്യക്തികളും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് ഫെയിലിയർ ആകുന്നത് അയാൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യൂല, അയാൾ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യൂല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാതെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ ബിസിനസ്സിനകത്ത് ആകെ ചെയ്യേണ്ട പണി അതാ. ഞാൻ ഈ ബിസിനസ്സിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ പണി മാത്രം ചെയ്തുകൊണ്ടാണ്. ഒരു മീറ്റിംഗും ഞാൻ മിസ് ചെയ്യൂല. എന്റെ അപ്ലൈൻ പറഞ്ഞാലും ശരി, എന്റെ അപ്ലൈൻ പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, മീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിനകത്ത് വേറൊരു സാധനമുള്ളൂ. 2, ഞാൻ മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പങ്കെടുപ്പിക്കേണ്ട മീറ്റിംഗ് ആണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ നമ്പേഴ്സിനെ കയറ്റാനുള്ള പണി ഞാൻ എടുക്കും. അതാണ് ഞാൻ ഈ ബിസിനസ്സിനകത്ത് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഹിസ്റ്ററികൾ മാറ്റിക്കുറിച്ച കോടിക്കണക്കിന് 1000കണക്കിന് ആളുകൾ ഉണ്ട് ലോകത്തിൽ. ഈ ആളുകൾ കംപ്ലീറ്റ് ചെയ്ത പണി ഇതാണ്. അതല്ലാതെ അയാൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യില്ല, അയാൾ ആരോടും പ്രോഗ്രാം പറയില്ല. അങ്ങനെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ്? ഇന്റർനാഷണൽ ഫ്ലോപ്പാണ്. അത് ഇന്റർനാഷണൽ ഫ്ലോപ്പിലേക്ക് പോകുന്ന സാധനമാണ്. സോ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം.
നിങ്ങളെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് സക്സസ്ഫുൾ ആകാൻ തീരുമാനം എടുത്ത ആളുകളാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക, നമ്മൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, നമ്മൾ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുക. സോ നമ്മളെ മുന്നിൽ വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഏതാണ്? നമുക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളൊക്കെ ടീം ബേസിൽ ജനുവരിയിൽ ടീം ബേസിൽ ഒത്തിരി പ്രോഗ്രാം വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഉള്ള ആളുകൾ, ഉസ്മാൻ സാർ അടങ്ങുന്ന ഓർഗനൈസേഷനകത്ത് പ്രോഗ്രാം വരുന്നുണ്ട്, വിശാൽ സാർ ഞാൻ അടങ്ങുന്ന ടീമിനകത്ത് പ്രോഗ്രാം വരുന്നുണ്ട്. ഈ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, ഈ പ്രോഗ്രാം നിങ്ങൾ അപ്ലൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഇന്ന് നിൽക്കുന്ന ലെവലിൽ നിന്ന് 1 or 2 ലെവല് ക്വാളിഫൈ ചെയ്തിട്ട് ആ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ ഉണ്ടാകണം. 2, നിങ്ങളെ ടീമിനകത്ത് ഏറ്റവും നല്ല രീതിയിനകത്തേക്ക് ടീമിനകത്ത് അച്ചീവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ടീമിനെ നിങ്ങൾക്ക് അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റണം. മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ടീമിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ നമ്പേഴ്സിനെ എങ്ങനെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ട് TC, ATC, DTCകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റേജിന്റെ മുകളിൽ പെർഫോമൻസിന് ഉണ്ടാക്കണം. അത് അവിടെ എന്തൊക്കെ ഉണ്ടോ, ലോയൽറ്റി ബോണസ്, പെർഫോമൻസ് ബോണസ്, കാർ അച്ചീവേഴ്സ്, എന്തൊക്കെ റെക്കഗ്നേഷൻ ഒക്കെ ഉണ്ടോ, ഒരു വോളിയം ബേസ് ചെയ്ത് ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് എന്തുണ്ടാവും, ആളുകൾ അവിടെ സ്റ്റേജിൽ കയറുന്നുണ്ടാവും. ഇത് ഏതൊക്കെ ലെവലിൽ നിങ്ങളെ ടീമിനകത്ത് ആളുകളുണ്ട്, ആ ടീമിനകത്തുള്ള ആളുകളെ കംപ്ലീറ്റ് അവിടെ പങ്കെടുപ്പിക്കണം, ക്രിയേറ്റ് ചെയ്തിട്ട്. 3, ഏറ്റവും കൂടുതൽ നമ്പർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ നിങ്ങളെ ടീമിനകത്ത് നിന്നുള്ള നിങ്ങൾ ഉറപ്പുവരുത്തണം. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാറുള്ളത്. നിങ്ങൾ 1 or 2 ലെവൽ ക്വാളിഫൈ ചെയ്തിട്ട് അവിടെ എത്തുക. 2, നിങ്ങൾ ടീമിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ്സ് അവിടെ ഉണ്ടാക്കിയെടുക്കുക. 3, നിങ്ങളുടെ ടീമിനകത്ത് ഏറ്റവും കൂടുതൽ നമ്പേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഈ 3 കാര്യത്തിനകത്താണ് മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ജനുവരി നടക്കുന്ന പ്രോഗ്രാമിനകത്ത് നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് കേരളത്തിന്റെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്ന പല പ്രോഗ്രാമുകളായിരിക്കും ആ പ്രോഗ്രാം. യാതൊരു സംശയം കരുതണ്ട, കുറ്റബോധം തോന്നരുത്. കാരണം ഞാൻ വീണ്ടും പറയും, ഒരു വ്യക്തിന്റെ ലൈഫിനകത്ത് ഒരു വ്യക്തി ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കൂടെ വിജയിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക റീസൺ ഇതാണ്. കാരണം മേജർ പ്രോഗ്രാം വരുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ കുറ്റും കുറവും നോക്കിക്കും, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, അപ്ലൈ നിർബന്ധിക്കും. എന്നാ ശരി എന്നും പറഞ്ഞ് അപ്പൊ ലാസ്റ്റിക്ക് വെച്ചിട്ട് 1 ദിവസം 4 ദിവസം 5 ദിവസം മുന്നേ വെച്ചിട്ട് എന്ത് ചെയ്യും, അപ്പൊ ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് ആ കിട്ടുന്ന ആൾക്കാരായിട്ട് വരും. എന്നാ പിന്നെ ഈ പണി ആദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, കുറെ നമ്പേഴ്സിനെ കയറ്റിക്കൂടെ? അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മൾ നടത്താൻ പോകുന്ന പ്രോഗ്രാം നേരത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തിട്ട് നമ്പേഴ്സിനെ കയറ്റാനുള്ള പണികൾ ചെയ്തു. സോ അതുകൊണ്ട് തന്നെ അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണ് നമ്മളെ ലൈഫ്. ഇതാണ് നിങ്ങൾ ബിസിനസ്സിനകത്ത് ചെയ്യേണ്ട സംഭവങ്ങൾ. ലൈഫിനകത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കണം. ക്രിയേറ്റിവിറ്റി, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോസിബിലിറ്റി ചിന്തിക്കണം. നമ്മൾ ആലോചിച്ചത് പോസിറ്റീവ് നമ്മൾ ചിന്തിക്കും, പക്ഷെ പോസിബിലിറ്റി തിങ്കിങ് ഉണ്ട്. എന്താണ് പോസിബിലിറ്റി തിങ്കിങ്? പോസിറ്റീവ് തിങ്കിങ് നമുക്ക് അറിയാൻ പറ്റും, എന്തിനും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ്. സ്റ്റിൽ പോസിബിലിറ്റി തിങ്കിങ് ഉണ്ട്. വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. കാരണം 2030 നിങ്ങളെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും? 2026 തീരുന്ന സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഏത് വണ്ടിയിലായിരിക്കും? ഇന്നൊരു ബൈക്ക് പോലും ഇല്ലാത്ത വ്യക്തി 2026 തീരുന്ന സമയത്ത് ഒരു ബൈക്കിൽ ഞാൻ യാത്ര ചെയ്യും. ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന വ്യക്തി പറയാണ് 2026 ലാസ്റ്റ് ആകുന്ന സമയത്ത് ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ ഒരു കാറിലേക്ക് ഞാൻ എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റും. 2030 എന്ന് പറഞ്ഞൊരു വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന സ്വപ്നമായിട്ടുള്ള ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു വീട് ബിസിനസ്സിനകത്ത് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യും, കാർ ഉണ്ടാക്കും. 2030 എന്ന് പറഞ്ഞ വർഷത്തിൽ എന്റെ ബാങ്ക് അക്കൗണ്ടിനകത്ത് ഇത്ര ലക്ഷം രൂപന്റെ വരുമാനം ഞാൻ എല്ലാ മാസവും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഇത്ര ലക്ഷം രൂപ എന്റെ ബാങ്കിൽ ബാലൻസ് ഉണ്ടാവും. ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കണം. അതല്ലാതെ എന്ത് ചെയ്ത് പോസിബിലിറ്റി ചിന്തിക്കണം. പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, പോസിബിലിറ്റിനെ കുറിച്ച് ചിന്തിക്കണം. അതാണ് 2030 നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ 2030 നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പ്ലാൻ ചെയ്യേണ്ടത്. സോ മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററിനകത്ത് ഇടം പിടിച്ചു കൊടുക്കുകയാണ് എന്ത്, മൈലേജ് സ്റ്റൈല്. ഒരുപാട് കാര്യത്തിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ, ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഇന്ന് വരെ കാണാത്ത ഒരു സാധനമാണ്. 24 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ ഏകദേശം MG
1 കോടിന്റെ അടുത്ത് വില വരുന്ന ഒരു കാറ് പർച്ചേസ് ചെയ്തു. WTCയോ UTC ഒക്കെയാണ് പുള്ളി. എനിക്ക് തോന്നുന്നു പാലക്കാട് എവിടെയാണ് കറക്റ്റ് പ്രോപ്പർ സ്ഥലം എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ഇംഗ്ലീഷ് കൂടുതലാണ് തലേ കയറാത്തോണ്ട് നമുക്ക് എഴുതിയത് എന്താന്നുള്ളത് വായിക്കാൻ പറ്റി. എവിടെ സ്ഥലം നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററിയാണ് ഇവിടെ ഫ്രണ്ട്സ്. ഇന്ന് വരെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിനകത്തും ഒരു 23-24 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ 1 കോടിന്റെ അടുത്ത് വണ്ടി എന്തെങ്കിലും എടുത്തിട്ടില്ല. ഇതിന്റെ മുന്നേ മൈലേജ് സെൽ ബിസിനസിനകത്ത് BMW എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ത്യയില് ഇന്ന് വരെ 24 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ 1,75,00,000 BMW ഇന്ത്യൻ മാർക്കറ്റിനകത്ത്, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, BMWന്റെ സ്റ്റോറിയില് 24 വയസ്സായിട്ടുള്ള ഒരു വ്യക്തി ഒരു RC ഓണർ ഇന്ന് വരെ ആയിട്ടില്ല. പക്ഷെ ആ RC ഓണർ ആയത് മൈലേജ് ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. നിങ്ങൾ മനസ്സിലാക്കണം, MI ലൈഫ് എന്ന കമ്പനിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് 1,67,00,000 രൂപന്റെ 68 ലക്ഷം രൂപന്റെ BMW എന്ത് ചെയ്തത്, ഒരു വണ്ടി പർച്ചേസ് ചെയ്തത്. അത് മൈലേജ് സെയിൽ ബിസിനസിനകത്തുള്ള ഒരു ഡയമണ്ട് ആണ് ഇന്ത്യയിൽ. അത് 24 വയസ്സായിട്ടുള്ള ഒരു പയ്യനാണ്. അത് BMW ഹിസ്റ്റോറിയിലുള്ളതാണ്, അല്ല മൈലേജ് സെയിലിന്റെ ഹിസ്റ്റോറിയിലല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ഹിസ്റ്റോറിയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് മൈലേജ് സെയിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏക കാര്യം എത്ര മാത്രമേ ഉള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതേ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ കയ്യും കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇതിനെ എങ്ങനെ ഏറ്റെടുക്കുന്നത്? ഇവരൊക്കെ ഈ ബിസിനസിനകത്ത് കൂടെ സക്സസ്ഫുൾ ആയത് ഇവരെന്ത് ലാൻഡ് ടു ടീച്ചിങ്. മനസ്സിലായോ? നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു, നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് ലാൻഡ് പഠിച്ചു, അത് നമ്മൾ ചെയ്തു, അത് നമ്മൾ ചെയ്യിപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ, നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യിപ്പിക്കുന്നുണ്ടോ, ഇത് മാത്രമേ നോക്കുള്ളൂ. പലപ്പോഴും നമ്മൾ കൂരിയാറ്റിന്റെ മാതിരിയാ, തല കുത്തനെ നമ്മൾ എന്ത് ചെയ്യാം, കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, പഠിപ്പിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാൻ നോക്കും, അല്ല ചെയ്യാൻ നോക്കും, എന്നിട്ട് നമ്മൾ പഠിക്കാൻ നോക്കും. അപ്പൊ എന്താവും, ഒന്നും നടക്കൂല. നേരെ മറിച്ച് ഇവിടെ അങ്ങോട്ട് ഓതി നോക്കി, ഇത് ഖുർആൻ ഓതുന്ന ആൾക്കാര് മലയാളം ബുക്ക് എടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ടാ ഓതുക. അപ്പൊ നേരെ മറിച്ച് നിങ്ങൾ ശരിക്ക് ഒരു സിസ്റ്റം ഒരു അപ്ലൈനും പറയുന്നത് അത് അതുപോലെ ഫോളോ ചെയ്യും. നിങ്ങൾ ആദ്യം പഠിക്കും, ഇവരെങ്ങനെയാണ് ഈ ബിസിനസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത്, സമയം സ്പെൻഡ് ചെയ്യും. അത് എത്തിച്ചിട്ട് ഇന്ന് മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബുക്കും പേനയും എടുത്ത് കഴിഞ്ഞ് വരെ കുത്തരുന്ന് പഠിക്കലല്ല. ഓരോ ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് 1 മണിക്കൂർ 1/2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യും ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ. അത് നിങ്ങൾ ബുക്കോ വായന ഏതൊക്കെ ഡയറക്ട് സെല്ലിങ്ങിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ ഡയറക്ട് സെല്ലിങ്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് പഠിക്കും. എന്നിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുപോയിട്ട് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കും, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ എന്ത് പറയും, ഞാൻ നിങ്ങളോടൊന്ന് പറയും എന്തെന്നാണ്. ഈ ബിസിനസിനകത്ത് കൂടെ 2018 ഞാൻ മൈഗ്രേഷൻ ബിസിനസിനകത്ത് വരുന്നത്. 2019 ഞാൻ ഈ ബിസിനസിനകത്ത് കൂടെ എന്ത് ചെയ്ത് എന്റെ വരുമാനം 1 ലക്ഷത്തിന്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. 2019 ഈ ബിസിനസിനകത്ത് കൂടെ 2,10,000 വാങ്ങിയിട്ടുണ്ട്. ഇന്ന് മലപ്പുറം ജില്ലയിലെ 2,10,000 വാങ്ങിയിട്ടില്ല ഫസ്റ്റ് വ്യക്തി ഞാൻ തന്നെയാണ്. ഞാനത് അഭിമാനം കൊണ്ട് പറയണ്ട, ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതിന് ദൈവം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിവും കാര്യവും തന്നിട്ടുണ്ട്. ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചു. എന്റെ പ്രവർത്തനത്തിന് ആനുപാതികമായിട്ട് ദൈവം എനിക്ക് തന്നതാ. നമ്മളെ കമ്മിറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് ദൈവം തന്നതാ. അതാണ് ഞങ്ങളോട് പറയുന്നത്. ഞാനത് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. 2,10,000 അൽത്താഫ് വാങ്ങിയവനാ. ഇന്ന് ഡബിൾ ID NTC അൽത്താഫ് വർക്ക് ചെയ്യുന്നു. ഈ ബിസിനസിനകത്ത് കൂടെ ലക്ഷങ്ങൾ വരുമാനം ചെയ്യാൻ പറ്റുന്നുണ്ട്. ദൈവം നമുക്ക് തന്നുകൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ചെയ്തിട്ടാണ് നിങ്ങളെ മുന്നിൽ ഈ സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞത് ലാൻഡ് ഡു ടീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നമ്മളിത് ചെയ്തിട്ടുണ്ട്, നമ്മളിത് ചെയ്യിപ്പിക്കണമുണ്ട്. നിങ്ങളിത് ചെയ്യുന്നുണ്ടതിനെ കുറിച്ച് മാത്രം നോക്കിയാൽ മതി. നമ്മളിത് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇത്ര വേഗതയിൽ ബിസിനസിനകത്ത് കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു വ്യക്തി അങ്ങനെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ മീഡിയ ഫ്രണ്ട്സ് ഫോളോ ചെയ്യും, എന്നിട്ട് അതിലേക്ക് കൂടെ കടക്കി. നമ്മളൊക്കെ പ്രോഗ്രാം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമുക്കൊരു ലഹരിയായിരുന്നു. ഇന്ന് ഈ ഭൂമിയിൽ ഇങ്ങക്ക് ഉണ്ടല്ലോ, എന്ത് MDM അല്ല, ഇന്ന് ഏത് രീതിയിനകത്തേക്ക് ലഹരി കൊണ്ടുവന്നാലും
മീഡിയ ഫ്രണ്ട്സ്, സക്സസ് ലഹരിനെ കവച്ചു വെക്കാൻ പറ്റിയ ഒരു ലഹരി ഇന്ന് ലോകത്തിൽ ഇല്ല എന്നറിഞ്ഞ ഒരു ലഹരിയില്ല. സക്സസ് ലഹരിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി. ആ ലഹരിയിലാണ് മീഡിയ ഫ്രണ്ട്സ് നമ്മൾ ജീവിച്ചത്. ആ ലഹരിയായിരുന്നു നമുക്ക് പ്രോഗ്രാമിനകത്ത് ഉണ്ടായത്. ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോ എനിക്കിന്ന് അറിയാൻ പറ്റും. ഞാൻ എന്റെ നാട്ടിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു പ്രോഗ്രാം ചെയ്തിരുന്നു 2018 ബിസിനസ്സിനകത്ത് നിന്ന് 2018 ലാസ്റ്റിൽ ഓൾമോസ്റ്റ് 2019 കടക്കുന്ന സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ TC ലെവൽ ക്വാളിഫൈ ചെയ്ത സമയത്ത് ATCയിലേക്ക് പോകുന്ന സമയത്ത് ഞാനും എന്റെ കൂടെ ഒരു 3 ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. ഇവരും പാടെ കൂടിയിട്ട് നാട്ടിൽ എന്റെ സ്വന്തം ടൗണിൽ വെച്ചിട്ട് ഞാൻ കോഹിനൂർ വെച്ച് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തു. ലീകാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോളിൽ വെച്ചിട്ട് 4 പേരാണ് മീഡിയ ഫ്രണ്ട്സ് അന്ന് സീരിയസ് ആയിട്ട് ബിസിനസ്സിനകത്തുണ്ടായ 4 പേര്. സീരിയസ് എന്നൊന്നും പറയാൻ പറ്റൂല, എന്റെ കൂടെ നിൽക്കുന്നുള്ളൂ. ഞാൻ തന്നെ ബിസിനസ്സിനകത്ത് TC കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ താഴത്തുള്ള ആൾക്കാരെ സീരിയസ്നെസ് എത്ര ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി. മീഡിയ ഫ്രണ്ട്സ് 400 ചില്ല എന്ത് ഒരു ബ്രോഷർ അടിച്ചിട്ട് ആ ബ്രോഷറുമായിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇറങ്ങി ഞാൻ പ്രൊമോട്ട് ചെയ്തു. ഞാൻ ഇവരെടുത്തും കുറച്ച് കൊടുത്തു, ഞാനും എടുത്തിട്ട് നമ്മളാണ്ട് ഇറങ്ങി പ്രൊമോട്ട് ചെയ്തു. 400 ജില്ലയിൽ ഏകദേശം 400ഓളം ബ്രോഷർ കൊടുത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്തു. ഒരു കാർഡ് പോലത്തെ സാധനമാണ്. അത് വെച്ച് നമ്മൾ പ്രോഗ്രാം ആണ് പ്രൊമോട്ട് ചെയ്തു. 140 120 അങ്ങനെ എന്തോ ഒരു നമ്പർ ആ പ്രോഗ്രാമിനകത്ത് കയറി. ആ പ്രോഗ്രാമിനകത്ത് കയറിയ ആ നമ്പേഴ്സ് നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ZDC വരെ ആകാനുള്ള ഇൻസ്പിറേഷനും മോട്ടിവേഷനും അതിനെ പറ്റിയ ആൾക്കാരും എനിക്ക് വന്നു. കാരണം അത്രയും ഓടി ആ ബിസിനസ്സിനകത്ത് കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. ഒരു ഹെൽത്ത് വിത്ത് വെൽത്ത് എന്നുള്ള ഒരു ക്ലാസ് ആയിരുന്നു അന്ന് എന്ത് ചെയ്തിട്ട് എടുത്തിരുന്നത്. ശരിയാണെന്നുണ്ടോ വിനോദ് സാർ വരെ എന്ത് ചെയ്തിരുന്നു, ആ മീറ്റിങ്ങിനകത്ത് പങ്കെടുത്തിരുന്നു. സോ നമ്മൾ ആലോചിച്ച് നോക്കുക, അന്ന് ഞാൻ പേഴ്സണലി എടുത്ത ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ എടുത്തതാ. അത് ആ ഒരു ലെവലിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 100 ആളെ കയറ്റിയത് ഒരു TC ലെവലിനാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്, അത് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായതാണ്. നിങ്ങൾ ഏറ്റെടുക്കി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ആളുകളെ സഹായമാണോ ദൈവത്തിന്റെ സഹായമാണോ? ദൈവത്തിന്റെ സഹായമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങണം. അതല്ലാതെ വേറൊരാളെ തോളിൽ എന്ത് ചെയ്ത് പണിയെടുക്കരുത്. നിങ്ങൾ സ്വയം തീരുമാനം എടുത്ത് നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ സ്വയം തീരുമാനം എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ സഹായം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. യാതൊരു സംശയം കരുതണ്ട. ദൈവത്തിന്റെ സഹായം 100 110% ദൈവത്തിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ ദൈവത്തിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് വരുന്നോ അവിടെ നിങ്ങൾ സക്സസ് ഉണ്ടാകുക. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് സ്വന്തമായിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകണം. അതിനെ പറ്റി ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഇപ്പോൾ. ഇതിലും ബെസ്റ്റ് സമയം നിങ്ങൾക്കില്ല. സോ 2 കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുന്നിൽ കിടക്കുന്നത് GTS ആണ്. ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള GTS ആണ് മലപ്പുറത്തുണ്ട്. അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ച നമുക്ക് GTS ചെയ്യാൻ പറ്റില്ല. ഒരു പേഴ്സണൽ കമ്പനീന്റെ 1-2 കാര്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2 അടുത്ത ആഴ്ച വരുന്ന GTS പ്രോഗ്രാം നിങ്ങൾ ടീമിനകത്തുനിന്ന് നമ്പർ കാരണം. 2 നമ്മള് ജനുവരി നടത്താൻ പോകുന്ന പ്രോഗ്രാം. നിങ്ങൾ ഏത് ഫംഗ്ഷൻ നടത്തുന്നുണ്ടെങ്കിലും ഏത് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ പ്രോഗ്രാമിനകത്തേക്ക് നിങ്ങൾ ജനുവരിയിൽ നിങ്ങൾ നടത്താൻ പോകുന്ന പ്രോഗ്രാമിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. നിങ്ങൾ ഓരോ വ്യക്തികളും ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ ജോയിൻ ചെയ്യിപ്പിക്കണം 5000-ലായിക്കോട്ടെ 10,000-ലായിക്കോട്ടെ 15,000-ലായിക്കോട്ടെ. എത്ര രൂപയിലാണ് ജോയിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളെ ടിക്കറ്റിന്റെ റേറ്റ് എത്ര നോക്കിയിട്ട് ആ ടിക്കറ്റിന്റെ പ്രൈസും പാടെ കൂടി കൂടെ വാങ്ങിച്ചോളൂ. ആ ജോയിനിങ്ങിന്റെ കൂടെ തന്നെ ടിക്കറ്റിന്റെ റേറ്റും പാടെ കൂടി നിങ്ങൾ വാങ്ങിച്ചോളൂ. കാരണം 5000-ന് ജോയിൻ ചെയ്യിക്കണം 5500 600 എത്ര ടിക്കറ്റ് ചാർജ് വരുന്നിച്ചാൽ ആ ടിക്കറ്റ് ചാർജും പാടെ അതിന്റെ കൂടെ വാങ്ങിച്ചോളൂ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യണം. ആ രീതിയിനകത്ത് പ്രോഗ്രാമിനൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ജോയിനിങ് വിത്ത് പ്രോഗ്രാം ടിക്കറ്റും പാടെ കൂടി കൊടുക്കണം. ആ രീതിയിനകത്ത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് ജനുവരി നടക്കുന്ന പ്രോഗ്രാം കേരളത്തിൽ ഒരു ഹിസ്റ്ററി നമ്മൾ ഉണ്ടാക്കും. ഹിസ്റ്ററി ഉണ്ടാക്കിയേ പറ്റുള്ളൂ, യാതൊരു സംശയവും കരുതണ്ട. അതിന് നമ്മൾ ഓരോ വ്യക്തികൾ അരയും മുറക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഹിസ്റ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ 2025 ലാസ്റ്റ് ആണിത്. ഇനി ഇവിടുന്ന് ഈ മാസം അടക്കം 3 മാസമാണ് നിങ്ങൾക്കുള്ളത്. ഈ 3 മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യണം. നിങ്ങളെ സ്കില്ലിന്റെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. 2026 ലാസ്റ്റ് ആകുന്ന സമയത്ത് നിങ്ങളെ എല്ലാവരുടെ വരുമാനം ഈ ബിസിനസിനകത്ത് കൂടെ 50,000-ന്റെ മുകളിൽ റെഗുലർ എത്തുക എന്നുള്ള ഒരേ ഒരു പർപ്പസ് മീഡിയ ഫ്രണ്ട്സ് ഇതിനകത്തുള്ള എല്ലാ ലീഡേഴ്സിനും ഉള്ളു. RTC NTC ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സും എസ്പെഷ്യലി ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ടാറ്റ് നടക്കുന്ന എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വരുമാനം, ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഇതുവരെ സംസാരിച്ചു വെച്ച എല്ലാ കാര്യം ഹോൾഡ് ചെയ്യുന്നത്
കമ്മിറ്റ്മെന്റ്, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്, അതിനകത്ത് പേഴ്സണൽ നിങ്ങൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഡ്രീം ഉണ്ടാകണം. ഇതൊക്കെ ഉള്ള ഒരു വ്യക്തി 2026 എന്നുള്ള വർഷത്തിൽ നിങ്ങളെ വരുമാനം റെഗുലർ 50,000 മുകളിൽ റെഗുലർ എത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അതേ ഒരു പർപ്പസ് എവിടെയാ ഫ്രണ്ട്സ് നമ്മൾ എത്തുള്ളൂ. അതിനുള്ള എല്ലാ സറൗണ്ടുകളും, അതിനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും വേണ്ടിയ ഫ്രണ്ട്സ് നമ്മൾ നിങ്ങൾക്ക് ഒരുക്കി തരും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് വേണ്ട എന്ത് സംഭവവും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും, നമ്മൾ തന്നെ ചെയ്തു തരുന്ന കരുതരുത്. അങ്ങനെ ചെയ്തു തരും കരുതുന്ന ആൾക്കാർക്ക് പറ്റിയ ബിസിനസ് അല്ല ഡയറക്ഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള പാത നമ്മൾ വെട്ടിയിട്ട് ഇങ്ങനെ ഒരുക്കി തരും, അതിന് ഉപയോഗപ്പെടുത്തിക്കോളും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും 2026 നിങ്ങളെ വരുമാനം 50,000 മുകളിൽ റെഗുലർ എത്താൻ ഉള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി തരും. അതിനു വേണ്ടിയിട്ട് ഇറങ്ങുക, പ്രവർത്തിക്കുക, ലക്ഷ്യത്തിലേക്ക് എത്താം. നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത്, ഉദ്ദേശിച്ച സ്ഥലത്ത്, ഉദ്ദേശിച്ച രീതിയിനകത്ത് എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ഒരു ബെസ്റ്റ് ലീഡർ നാളെ ഐഫ്ലേ മീറ്റ് എടുക്കാൻ എത്തുന്നതായിരിക്കും. അതുവരെ നമ്മൾ പ്രോഗ്രാം എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യുന്നു. സോ നിങ്ങളൊക്കെ ജീവിതത്തിനകത്ത് 2026 ഒരു വർഷം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും റെഗുലർ 50,000, 1,00,000 എല്ലാ മാസവും റെഗുലർ എത്തുന്ന രീതിയിനകത്തുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും അതിന് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ. അതിൽ ആരോഗ്യ ആയുസൊക്കെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.